ഫ്രണ്ട്സ്, ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയാണ്. വിഷു ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള സെറ്റും മുണ്ടും നിങ്ങളെല്ലാവരെയും കാണിക്കാമെന്ന്. ഇതെല്ലാം നമ്മുടെ തിരുവനന്തപുരം ബാലരാമപുരം കൈത്തറി വില്ലേജിൽ നിന്ന് വാങ്ങിയ സെറ്റും മുണ്ടുമാണ്. എല്ലാം 1000 രൂപയ്ക്ക് താഴെ വിലയുള്ള നമ്മളെ സെറ്റും മുണ്ടുകളുമാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യത്തെ സെറ്റും മുണ്ടും ഇതാണ്. ഇത് നമ്മുടെ ആദ്യത്തെ സെറ്റ് മുണ്ടുമാണ്. അപ്പോൾ ഇതിന് ഒരു കരയും അതുപോലെ തന്നെ നമ്മൾ ഒരു റെഡ് കളറിലെ ഒരു ഫ്ലവർ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ 6.8 ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ വണ്ണമുള്ളവർക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. ഡബിൾ മുണ്ടല്ല, സിംഗിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഉടുക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ലുക്കായിരിക്കും ഇതിനുള്ളത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സെറ്റ് മുണ്ടും. ഓക്കെ, രണ്ടാമത്തെ സെറ്റ് മുണ്ടും അത്യാവശ്യം കസവ് മാത്രമുള്ളതാണ്. നല്ല രീതിയിലുള്ള ഒരു കസവ്, അതായത് നമ്മുടെ ഒരു 2 ഫിംഗർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ലെങ്തിലുള്ള ഒരു കസവുള്ളതാണ്. ഇത് ഡബിൾ മുണ്ടിലുള്ളതാണ്. ഡബിൾ മുണ്ട് നമ്മൾ താഴെ കൊടുക്കുന്ന ആ മുണ്ടുണ്ടല്ലോ, അത് ഡബിളാണ്, സിംഗിൾ അല്ല. അപ്പം അതിൻ്റെ കൂടെ വരുന്ന അതിൻ്റെ പുറത്ത് ഉള്ള നമ്മൾ ഉടുക്കുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും ഇതിരിക്കുക. ഇങ്ങനെ ഒരു ലുക്കായിരിക്കും. മറ്റേ പ്രൈസ് എത്ര? ഇത് എല്ലാം പിന്നെ 1000-ൽ താഴെ, അതായത് 750, 800 റേഞ്ചിലുള്ളതാണ് ഇതെല്ലാം. ഓക്കെ ഓക്കെ. അടുത്ത സെറ്റ് മുണ്ടും എല്ലാം ബാലരാമപുരം കൈത്തറി വില്ലേജിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുണി ഭയങ്കര നമുക്ക് ഉടുക്കുമ്പോൾ ഭയങ്കര സ്മൂത്തും. അതുപോലെ ഡിസൈൻ ഉണ്ട്. തുറന്നാണത്? അതല്ല, ഇതിന്റെ ഡിസൈൻ അത് തന്നെ. ഇതിന്റെ മുണ്ട് പാർട്ട് ഇതാ ഇങ്ങനെ താഴെ ഒരു ബോർഡർ ലുക്കാണ് ഇതിനുള്ളത്. അപ്പം ഇതിന്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല കൈത്തറി വില്ലേജിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ അത്രയും സ്മൂത്തും സോഫ്റ്റുമാണ്. പടപട അങ്ങനെയൊന്നും ഇരുന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ളതല്ല. അപ്പം ഇത് ഒരു 500-600 റേഞ്ചിലുള്ളതാണ് കേട്ടോ. ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ഇതിനകത്ത് കസവില്ല. അപ്പം അതിലും ഉണ്ട്. ഇതാ ഇങ്ങനെ ഒരു ലുക്കായിരിക്കും നമുക്ക്. ഇങ്ങനെ ഒരു ലുക്കായിരിക്കും. അടുത്ത സെറ്റ് മുണ്ടു എന്ന് പറയുന്നത് ഒരു കോപ്പർ ജെറിയാണ്. ഇതാ ഒരു പിങ്കിഷ് കളറാണ്. ഇത് നേവി ബ്ലൂ കളറാണ്. ഇതിൽ ടസിൽസ് ഉള്ളതാണ്. ടസിൽസ് അതായത് തുഞ്ചല ഇട്ടതാണ് ഇതിൻ്റെ മുന്താണി എന്ന് പറയുന്നത്. എൻ്റെ അതുപോലെ തന്നെ ലൈൻഡ് ആണ് കേട്ടോ. ഇടയ്ക്കൂടെ സിൽവർ ജെറി ലൈൻ പോയിട്ടുണ്ട് ഈ സെറ്റ് മുണ്ടിൽ. ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. സിംഗിൾ മുണ്ടാണ്. 6.8 തന്നെ ലെങ്ത് വരുന്നതാണ്. പ്രൈസ് അറൗണ്ട് 900-800 ആ റേഞ്ച്. ഓക്കെ. അടുത്ത എൻ്റെ ഒരു സെറ്റ് മുണ്ട് പച്ച കളറ്. പച്ച ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്കിഷ്ടമാണ്. ഇത് വെറും പ്രിന്റ് മാത്രമാണ്. അപ്പോൾ ഒരു പീകോക്ക് പാറ്റേൺ ആണ്. കസവില്ല, പീകോക്ക് പാറ്റേൺ ആണ്. അതുപോലെ സിംഗിൾ മുണ്ട് തന്നെയാണ്. ഇതിൻ്റെ മുണ്ടെന്ന് പറയുന്നത് സിംഗിൾ തന്നെയാണ്. ഡാർക്ക് പച്ചയാണ് കേട്ടോ. 2 സൈഡിലും ഇതുപോലെയുള്ള പീകോക്കിൻ്റെ ഡിസൈനാണ്. പീകോക്ക് ഡിസൈൻ വരുന്ന ഒരു പച്ച. ഇതിൻ്റെ മുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ്. അപ്പം നമ്മൾ എങ്ങനെ സോഫ്റ്റ് ആണ്. കൈത്തറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. കരിക്കും. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതാ ഒരു ഓറഞ്ചിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. വേറെ ഡിസൈൻസ് ഒന്നും ഇതിനകത്തില്ല. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും. അങ്ങനത്തെ ഒരു മുണ്ടാണ്. ഇതിന്റെ കൂടെ ഉള്ളത് ഡബിൾ മുണ്ടാണ്. പ്ലെയിൻ ആൻഡ് സിമ്പിൾ. ഒരു സിമ്പിൾ എലഗന്റ് ലുക്കായിട്ട് ഉടുക്കുമ്പം കാണും. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു സർക്കിൾ ഫ്ലവർ പാറ്റേൺ ആണ് മൊത്തം വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്.
കസവൊന്നുമില്ലാത്ത ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചെക്ക് ആയിട്ടുള്ള, അതായത് ഇങ്ങനെ നടുക്കൂടെ ഗ്രീൻ ലൈൻസ് പോയിട്ടുള്ള ഒരു ടസിൽസ്, അതിൻ്റെ മുന്താണിയിൽ ടസിൽസ് ഉണ്ട് സെറ്റ് മുണ്ടിൻ്റെ. അപ്പം അതിൽ വരുന്ന ഇതാണ് നമ്മൾ, അതായത് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ചെക്കായിട്ടുള്ള, അതായത് ഇടയ്ക്കൂടെ ഗ്രീൻ ലൈൻ പോയിട്ടുണ്ട്. ഇതിനകത്ത് കസവില്ല, പക്ഷേ ഈ തുഞ്ചലം, അതായത് ടസിൽസ് ഇതിൻ്റെ സെറ്റിൽ നമ്മൾ ഉണ്ട്. അതായത് നമ്മൾ ഉടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ തുമ്പിൽ ടസിൽസ് ഉണ്ട്, തുഞ്ചലം. അതൊരു ഗ്രീൻ, ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീമിഷ് വൈറ്റ്, അങ്ങനെയുള്ള കളറിലാണ് കോമ്പിനേഷനാണ്. പക്ഷേ എൻ്റെ ലുക്ക് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്കുള്ളത്. ഇതിൻ്റെ മുണ്ട് സിംഗിളാണ്, ഗ്രീൻ. എല്ലാം മുണ്ട് സിംഗിൾ അല്ലേ? അല്ല, ചിലത് ഡബിൾ ഉണ്ട്. സിംഗിൾ ആയിട്ടുള്ള മുണ്ടിലും ഇങ്ങനത്തെ ചെക്കാണ്, മൊത്തം കോളമായിട്ടുള്ള ഒരു ഡിസൈനാണ്, സ്ക്വയർ പാറ്റേണിലുള്ളത്. വെറും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക്. ഇത് കുറേ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ചൊന്ന് യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. എൻ്റെ മുണ്ട് വെറുതെ ഡബിൾ ഇതിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു മുണ്ടാണ്. എൻ്റെ മുണ്ടെന്ന് പറയുന്നത് സിമ്പിളാണ്, ഇങ്ങനെ ബ്ലാക്ക് സിമ്പിൾ, ഇങ്ങനെ ഒരു ഷെയ്ഡിലാണത്. അടുത്ത സെറ്റ് മുണ്ടുമാണ് നേവി ബ്ലൂ. അതിനകത്ത് വീണ്ടും ഒരു പീക്കോ അല്ല ഫ്രണ്ട്സ്, ഇത് നേവി ബ്ലൂ കുറച്ചുകൂടെ ഷൈനിങ് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ കളറാണ്. അപ്പോൾ ഇതിലൊരു മാങ്ങ, ചെറിയ മാങ്ങയില്ലേ, മാങ്ങ പിഞ്ചെന്നൊക്കെ പറയുന്ന ആ മാങ്ങയുടെ ഒരു ഡിസൈനാണുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രണ്ട്സ് പറഞ്ഞതിലൊരു ആലില പോലെ അല്ല, ആലില അല്ല, ഇത് മാങ്ങ, ചെറിയ മാങ്ങ ഡിസൈൻ, അങ്ങനെയുള്ള ഒരു പ്രിൻ്റാണ്. കുറച്ച് ഒരു സിൽവർ ജെറിയാണ് ഇതിൽ പോയിട്ടുള്ളത്. ഇതിന്റെ തൊട്ട് മാങ്ങാ പിഞ്ചൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മളെ നേരിയതിൻ്റെ ലെങ്ത് ഞാൻ 6.8 എന്നാണ് അറിയാതെ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം വരുന്നത് ഒന്ന് 2.5 മീറ്ററും വേറൊന്ന് 2.8 മീറ്ററുമാണ്. 2.8 മീറ്ററാണ്, ഞാൻ 6.8 എന്നാണ് പറഞ്ഞത്, അത് തെറ്റിപ്പോയതാണ്. അപ്പോൾ അത് എല്ലാവരും ക്ഷമിക്കുക. രണ്ടാമത്തെ അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 2.5ഉം 2.8ഉം. ഇതാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്. 2.8 ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് കുറച്ച് ഹൈറ്റും അതുപോലെ വെയിറ്റും ഒക്കെ ഉള്ളവർക്കായാലും അത് നല്ല രീതിയിൽ തുമ്പൊക്കെ കിട്ടി നല്ലതായിട്ട് ഉടുക്കാൻ പറ്റും, നേരിയത്. അപ്പോൾ ഞാൻ എപ്പോഴും 2.8 ആണ് എടുക്കുന്നത് കേട്ടോ. അതാണൊരു തെറ്റ് പറ്റിയത് പറഞ്ഞതിൽ. അപ്പോൾ ഇത് നേവി ബ്ലൂ കളറിൽ സിൽവർ ജെറി പോയിട്ടുള്ള ഒരു നേരിയതും മുണ്ടുമാണ്. ഇതിൻ്റെത് ഓവറോൾ ലുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. അടുത്ത സെറ്റ് മുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് ഓവറോൾ ഒരു ഓഫ് വൈറ്റ് കളറിൽ കംപ്ലീറ്റ് ഷൈനിങ് ഗ്ലേസിങ് ഉള്ള ഒരു സെറ്റ് മുണ്ടുമാണ്. എന്നാൽ ഉടുക്കുമ്പോൾ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നാത്ത രീതിയിലുള്ളതാണ്. ഭയങ്കര ഒരു ഷൈനിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല, എന്നാലും ചെറിയ ഷൈനിങ് ഉണ്ട്. ഇതിന് ഒരു കസവും നടുക്കൂടെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ജെറി കരയുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും തുമ്പിൽ, നേരിയതിൻ്റെ തുമ്പിൽ നമുക്ക് ഇതുണ്ട്, തുഞ്ചലമുണ്ട്, ടസിൽസ്. അത് ബ്രൗൺ കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഷെയ്ഡ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ ഉടുക്കുമ്പോൾ ഈ ഒരു ലുക്കായിരിക്കും. സിംഗിൾ മുണ്ടാണ്, അതായത് സിംഗിൾ മുണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡബിൾ മുണ്ടും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിംഗിൾ മുണ്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ഓക്കെ ആവുള്ളൂ. ചിലർക്ക് ഡബിൾ മുണ്ട് തന്നെ വേണം. പക്ഷേ ഇത് സീ ത്രൂ ആയിട്ടുള്ളതൊന്നും അല്ല, നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് തന്നെ ഇരിക്കും. 2.8 ആണ് ഇതിൻ്റെ നേരിയതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇതാ ഇങ്ങനെയായിരിക്കും. ഇതൊരു സിമ്പിൾ ഡബിൾ മുണ്ടാണ്. ഇതൊരു ഡബിൾ മുണ്ടാണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ കളർ. നടുക്ക് കസവില്ലല്ലോ, സൈഡിലല്ലേ കസവുള്ളൂ. രണ്ട് സൈഡിലും കസവും, നടുക്കൂടെ ബ്രൗൺ കളറിലുള്ള കുറച്ചുകൂടെ ചെറി റെഡ് എന്നൊക്കെ പറയാം ഈ കളറ്. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു, ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഗ്രീൻ, ഇത് ഓവറോൾ ഒരു ചെക്കാണ്, കസവാണ് ഓവറോൾ. ഉണ്ട്. ഇതങ്ങനെ രണ്ട് സൈഡിലും ഗോൾഡൻ ജെറിയും അതുപോലെ നടുക്കൂടെ നമുക്ക് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കര ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ സ്ക്വയർ പാറ്റേൺ ആണ്. ഇല്ല, തുഞ്ചലം ഇല്ല, സിംഗിൾ ആണ്. 2.8 ആണ് ഇതിന്റെ നേരിയതിന്റെ ലെങ്ത്. 2.8 കേട്ടോ, 6.8 അല്ല.
അടുത്തത് ആയിട്ടുള്ളത് ഞാൻ ഇതുവരെ ഇതൊരു പുതിയ സെറ്റും കൊണ്ടുമാണ് നമ്മളെ വിഷുവിന് ഞാൻ ഉടുക്കാം എന്ന് വിചാരിച്ചു. ഇന്നലെ ഒരു ഷോർട്സിൽ ഞാൻ ഇതിട്ടിരുന്നു. ഇത് കറക്റ്റായിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഡാർക്ക് ഒരു ഗോൾഡൻ ഗ്ലേസിങ് തന്നെയാണ് ഈ കരയിൽ കൂടെ പോയിട്ടുള്ളത്. രണ്ട് സൈഡിലും നമുക്ക് ഗോൾഡൻ ജെറി ഉണ്ട്. ഓവറോൾ ഇതൊരു ഗോൾഡൻ കളറിലാണ് നമുക്ക് ഈ സെറ്റ് മുണ്ട് വന്നിട്ടുള്ളത്. ഗ്ലേസിങ് ഇതിലും ടസിൽസ് തുഞ്ചലം നേടിയതിലുണ്ട്. 6.8 ആണ്. സോറി, വീണ്ടും 6.8 എന്ന് പറഞ്ഞാൽ 2.8 ആണ് നേടിയതിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തുമ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഇതിന് അത്യാവശ്യം 900 950 ആ റേഞ്ചിലുള്ള വിലയുണ്ട്. 975 വിലയുള്ളതാണത്. അപ്പോൾ ഇത് ആക്ച്വലി വാങ്ങിക്കാൻ എവിടെ പോകണം? ഇത് ബാലരാമപുരം തറിയിലാണ്. ഇതാ അതിൻ്റെ ഇതുപോലെ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം വിലയുള്ളതാണ്. അത്യാവശ്യം എന്നാൽ നമ്മൾ 1000-ൻ്റെ താഴെ വരുന്നത് തന്നെയാണിത്. ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ബാലരാമപുരത്ത് പോയ എല്ലാ സ്ഥലത്തും കാണും ഇത്. ബാലരാമപുരം ഹാൻഡ്ലൂം വില്ലേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഹാൻഡ്ലൂം വില്ലേജ് മലയാളത്തിൽ കൈത്തറി ഗ്രാമം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അഫോർഡബിൾ പ്രൈസിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ധാരാളം സെറ്റ് മുണ്ടുകളും അവൈലബിൾ ആണ്. ആരൊക്കെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വിഷുവിന് മുമ്പായി പോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള സെറ്റും കൊണ്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതൊക്കെയാണെന്ന് ഞാൻ പറയാൻ വന്നത്. എല്ലാവർക്കും അഡ്വാൻസായി ഹാപ്പി വിഷു ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീഡിയോ കാണുന്നവർ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വിലയേറിയ കമൻസ് അറിയിക്കാനും മറക്കരുത്. അപ്പം വീണ്ടും കാണാം. ഞാൻ എൻ്റെ കൈ